ഒരു ദിവസം എത്ര എഗ് യോക്ക് കഴിക്കാം? ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, കാരണം കുറേ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും ഉണ്ട്. ഒരു ദിവസം 4 എണ്ണം കഴിക്കാം, 8 എണ്ണം കഴിക്കാം, 12 എഗ് യോക്ക് വരെ കഴിച്ചാലും കുഴപ്പമില്ലെന്ന് പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പക്ഷേ ഇവർക്കൊക്കെ ഇത് പറയാനുള്ള ആധികാരികത എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ ഒരു വിഷയത്തിൽ എനിക്കും ആധികാരികമായി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് വിശ്വസനീയം എന്ന് തോന്നിയ ഒരു വീഡിയോയുടെ ഉള്ളടക്കമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ഡോക്ടർ സന്തോഷ് ജേക്കബ്, ഓർത്തോപീഡിക് ആൻഡ് സ്പോർട്സ് സർജൻ, ഡോക്ടർ അരവിന്ദ്, കാർഡിയോളജിസ്റ്റ്, ഇവർ തമ്മിലുള്ള ഏകദേശം 45 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ലൈവ് വീഡിയോയുടെ ഉള്ളടക്കമാണിത്. പേടിക്കേണ്ട, ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഞാൻ ഈ വീഡിയോ വിശ്വസനീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ എക്സ്പീരിയൻസും അവർക്ക് ഈ ഫീൽഡിലെ നോളജുമാണ്. ഡോക്ടർ അരവിന്ദിന്റെ അഭിപ്രായ പ്രകാരം നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ, നിങ്ങൾക്ക് ഡയബറ്റിക് ഇല്ല, അതുപോലെ ഒബേസിറ്റി ഇല്ല, നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഒക്കെ നോർമൽ ലെവൽ ആണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും ഒരു എഗ് യോക്ക് വെച്ച് കഴിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് സ്ട്രോക്ക് വന്നിട്ടുള്ളതാണ്, അതുപോലെ നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉള്ള ആളാണ്, അതുപോലെ നിങ്ങൾക്ക് ഹൈ കൊളസ്ട്രോൾ ഉള്ള ആളാണെങ്കിൽ ഡോക്ടർ അരവിന്ദിന്റെ അഭിപ്രായ പ്രകാരവും ഇപ്പോഴത്തെ ഒട്ടുമിക്ക മെഡിക്കൽ പ്രൊഫഷൻസിന്റെ അഭിപ്രായ പ്രകാരവും നിങ്ങൾ എഗ് യോക്കും അതുപോലെ റെഡ് മീറ്റും അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ പറയുന്നത് ഡെയിലി 2000 കാലറിയെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ്. അതിന് അദ്ദേഹം തെളിവായി വെക്കുന്നത് 2021 ലാർജ് ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നടത്തിയ ഒരു പഠനമാണ്. ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഡെയിലി 2 എഗ് യോക്ക് വെച്ചും മറ്റൊരു ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഡെയിലി 1 എഗ് യോക്ക് വെച്ചും കൊടുത്തു. ഈ ഒരു സ്റ്റഡിയുടെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജനറൽ പോപ്പുലേഷന് 1 എഗ് യോക്ക് ഡെയിലി കഴിക്കുന്നതാണ് സേഫ് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഡോക്ടർ സന്തോഷിന്റെ രസകരമായ ഒരു ക്വസ്റ്റ്യൻ തിരിച്ചങ്ങോട്ട് വെച്ചു. അത് നല്ലൊരു ക്വസ്റ്റ്യനുമായിരുന്നു. നോൺ വെജിറ്റേറിയൻസിന് പ്രോട്ടീൻ സോഴ്സ് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷേ വെജിറ്റേറിയൻസിനും അതുപോലെ എഗിറ്റേറിയൻസ് ഉണ്ടല്ലോ, എഗ്ഗ് മാത്രം കഴിക്കുന്ന ആളുകൾക്കും എഗ്ഗ് ഒരു പ്രധാന സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആയിട്ട് കാണുന്നവർക്ക് അവർക്ക് എഗ് യോക്ക് കളയേണ്ട ആവശ്യമുണ്ടോ, അവർ ആ എഗ് യോക്ക് കഴിച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഡോക്ടർ സന്തോഷ് ചോദിച്ചു. ഇതിന് ഡോക്ടർ അരവിന്ദിന്റെ മറുപടി ഇതാണ്: എഗ്ഗിൽ കോളിൻ എന്ന ന്യൂട്രിയൻ ധാരാളമായിട്ടുണ്ട്. ഇത് നമ്മളുടെ ബ്ലഡിൽ TMAO ആയിട്ട് കൺവേർട്ട് ആവുന്നു. സോ ഇത് പ്ലാക്ക് ഫോർമേഷന് കാരണമാകുന്നു. അതായത് നമ്മളുടെ ആർട്ടറി വെസൽസിലൊക്കെ ബ്ലോക്ക് ഉണ്ടാക്കാൻ ഇത് കാരണമാകുന്നു. ഇത് എല്ലാ വ്യക്തികളിലും ഒരുപോലെ ആകണമെന്ന് നിർബന്ധമില്ല. ഓരോ വ്യക്തികളിലെയും മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ അവരുമായി നമ്മൾ 1-on-1 കൺസൾട്ടേഷൻ നടത്തണം, അല്ലെങ്കിൽ അവരുമായി നമ്മൾ 1-on-1 ട്രീറ്റ്മെന്റ് നടത്തിയാൽ മാത്രമേ ഓരോ വ്യക്തിയിലും നടത്തുന്ന മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. എന്നാൽ ഇത് അത്ലറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ലറ്റ്സിന്റെ ന്യൂട്രീഷൻ ഇൻടേക്ക് എന്ന് പറയുന്നത് അവരുടെ എനർജി എക്സ്പെൻഡിച്ചറും അവരുടെ ഡെയിലി ഇൻടേക്കും അവർ ഫുഡ് കാൽക്കുലേറ്റ് ചെയ്താണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ലറ്റ്സ് കഴിക്കുന്ന ഫുഡ് നമ്മൾ കമ്പാരിസൺ ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്കിത് ജനറൽ പോപ്പുലേഷന് കൊടുക്കാൻ പറ്റില്ല. ഡോക്ടർ സന്തോഷ്, അദ്ദേഹം ഡെയിലി 4 മുതൽ 8 വരെ ഹോളക്സ് കഴിക്കാറുണ്ട്. എന്നാൽ അദ്ദേഹം ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, കാലറി ഡെഫിസിറ്റിലാണ് നിൽക്കുന്നത്, ധാരാളം ഫൈബർ അദ്ദേഹം ഫുഡിൽ നിന്നും ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ആളുകൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്നാണ് ഡോക്ടർ സന്തോഷ് ഡോക്ടർ അരവിന്ദിനോട് ചോദിക്കുന്നത്. അതുമല്ലാതെ ഡോക്ടർ സന്തോഷ് കൂട്ടിച്ചേർക്കുന്നു, അദ്ദേഹത്തിന്റെ ലിപ്പിഡ് പ്രൊഫൈൽ സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യാറുണ്ട്, അതിപ്പോഴും നോർമൽ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഡോക്ടർ അരവിന്ദിന്റെ മറുപടി ഇതാണ്: നമ്മളിൽ ഫൈബർ ഇൻടേക്ക് ധാരാളമായിട്ടുണ്ടെങ്കിൽ കോളിൻ അബ്സോർപ്ഷന്റെ റേഷ്യോ അത് കുറയ്ക്കുന്നു. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, സന്തോഷ് സാറിന് 4 എഗ് യോക്ക് ഒരു ദിവസം ഓക്കെ ആയിരിക്കും, പക്ഷേ ഡോക്ടർ അരവിന്ദിന് 4 എഗ് യോക്ക് ചിലപ്പോൾ ഓക്കെ അല്ലായിരിക്കും. അത് ബേസ് ചെയ്യുന്നത് ഓരോരുത്തരുടെയും ജെനറ്റിക്സിന്റെയും ഡൈജസ്റ്റീവ് എൻസൈംസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. ഡോക്ടർ അരവിന്ദിന്റെ മറുപടി തുടരുന്നു. ഉദാഹരണത്തിന് പാരസെറ്റാമോൾ എന്ന് പറയുന്ന ടാബ്ലറ്റ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്. അതെങ്ങനെ ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടുപിടിക്കാൻ പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെയാണ് ഒരു എഗ് യോക്ക് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയണമെങ്കിൽ പ്രായോഗികമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് സ്റ്റഡീസ് നടക്കേണ്ടതുണ്ട്. പക്ഷേ വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും സയൻസ് ഇത് കണ്ടുപിടിച്ചിരിക്കും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഡോക്ടർ അരവിന്ദിന്റെ മറുപടി തുടരുന്നു. ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഫുഡിൽ നിന്നും മാത്രം നിങ്ങളുടെ പ്രോട്ടീനിൻ്റെയൊക്കെ കൺസ്യൂം ചെയ്യാതെ വൈഡ് വെറൈറ്റി ഓഫ് ഫുഡിൽ നിന്നും നിങ്ങൾ പ്രോട്ടീൻ എടുക്കുക. എഗ് വൈസ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം, അതൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷേ എഗ് യോക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണെങ്കിൽ എഗ് യോക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക. നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് കൊളസ്ട്രോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു എഗ് യോക്ക് നിങ്ങൾക്ക് ഡെയിലി കഴിക്കാവുന്നതാണ്. ഇനി ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസ് കോട്ട് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ദിവസം 24 ഹോളക്സ് ഒരു സ്റ്റുഡൻറ്റ് കഴിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഗുഡ് കൊളസ്ട്രോൾ ലെവൽ കൂടുകയും ബാഡ് കൊളസ്ട്രോൾ ലെവൽ കുറയുകയും ചെയ്തു. ആ സ്റ്റഡി കോട്ട് ചെയ്താണ് ഇവർ ഒരുപാട് വീഡിയോസ് ഇടുന്നത്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അതൊരു വ്യക്തിയിൽ മാത്രം നടത്തിയ പഠനമാണ്, അതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നടത്തിയ ഒരു സ്റ്റഡിയല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് എല്ലാവരിലും ആപ്ലിക്കബിൾ ആക്കാമെന്നും പറയാൻ പറ്റില്ല. അതിന് മറുപടിയായി ഡോക്ടർ അരവിന്ദ് കോട്ട് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്: നമ്മൾ ഏഷ്യൻസിൻ്റെ കൊറോണറി ആർട്ടറി വെസൽസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 mm ആണ്. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിലുള്ള ആളുകളുടെ
കൊറോണറി വെസൽസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6.5 mm ആണ്. അതായത് 1.5 mm സൈസ് നമ്മൾ ഏഷ്യൻസിനേക്കാൾ കൂടുതലാണ് അവർക്ക്. സോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള ആളുകൾ എന്തായാലും വെസ്റ്റേൺ കൺട്രീസിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏഷ്യൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് സ്റ്റഡീസ് ഇതിനെ ബേസ് ചെയ്ത് വരാനുണ്ട്. ഒരുപാട് സ്റ്റഡീസ് വരട്ടെ, അപ്പോൾ നമുക്കൊരു കൺക്ലൂഷനിലെത്താം. പക്ഷേ ഇപ്പോൾ മെഡിക്കൽ പ്രൊഫഷൻസ് എന്താണോ പറയുന്നത് അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരിക്കലും നമ്മൾ വേറൊരാൾ ഫോളോ ചെയ്യുന്ന ഫുഡ് പാറ്റേൺ അതുപോലെ നമുക്ക് ഫോളോ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റി എന്ന് പറയുന്ന ആളുകൾ കഴിക്കുന്ന ഫുഡ് അവർക്കൊരു പക്ഷേ അത് ഓക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്കത് ഓക്കെ ആകണമെന്നില്ല. അതുപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു മൈക്കും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ എന്ത് വിവരക്കേടും ആർക്കും വിളിച്ചു പറയാവുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയിൽ പറയുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ നോക്കുക. അതിനുശേഷം മാത്രം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. അതുപോലെ പ്രോപ്പർ സയൻസ് ബേസ്ഡ് സ്റ്റഡിയെ ബേസ് ചെയ്താണോ അദ്ദേഹം സംസാരിക്കുന്നതെന്നും കൺഫേം ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.